അടുത്ത പ്രോബ്ലം L of t square sin 3t എന്നാണ്. Laplace transform of t square sin 3t. We can apply this property. Property പറയുന്നത് if L of f of t equal to f bar s ആണെങ്കിൽ L of t raised to n f of t is equal to minus 1 raised to n d raised to n ds raised to n f bar s ആണ്. ഇവിടെ n is equal to 2 ആണ്. n is equal to 2 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം Laplace transform of sin 3t കണ്ടുപിടിക്കുക. Laplace transform of sin 3t. Laplace transform of sin 3t എന്താണ്? 3 by s square plus 9. ഇതിനെയാണ് നമ്മൾ f bar s എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ f bar s കണ്ടുപിടിച്ചു. അതായത് sin 3t Laplace transform 3 by s square plus 9 that is equal to f bar s. ഇനി നമ്മുടെ n2 ആയതുകൊണ്ട് ഇതിനെ രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. We differentiating twice. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. d by ds of 3 by s square plus 9 നമുക്ക് എങ്ങനെ എഴുതാം? 3 into s square plus 9 whole raised to minus 1 എന്ന് എഴുതാം. ഡിഫറൻഷിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയത്. അപ്പോൾ 3 into minus 1 into s square plus 9 whole raised to minus 2. നമ്മൾ ഉപയോഗിക്കുന്ന റിസൾട്ട് ഇതാണ്. d by dx of x raised to n is equal to n into x raised to n minus 1. അപ്പോൾ ഇവിടെ minus 1 into s square plus 9 in whole raised to minus 2 into 2s. into 2s. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? minus 6s by s square plus 9 whole square എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് is equal to minus 6x by s square plus 9 whole square. ഇതാണ് നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കിട്ടുന്നത്. ഇനി ഇതിനെ ഒന്നും കൂടി ഡെറിവേറ്റീവ് എടുക്കണം. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കണം. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിരിക്കും ഈ പ്രോബ്ലത്തിന്റെ ആൻസർ ആയിട്ട് കടന്നു വരിക. സെക്കൻഡ് ഡെറിവേറ്റീവ് that is d by ds of minus 6s by s square plus 9 whole square. അതിൽ മൈനസ് 6 പുറത്തേക്ക് എടുക്കുന്നു. അപ്പൊ d by ds of s by s square plus 9 whole square that is equal to minus 6 into ഇത് നമ്മൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാം? s square plus 9 whole square into 1 minus s into 2 into s square plus 9 into 2s divided by s square plus 9 whole raised to 4. സ്ക്വയറിനെ നമ്മൾ വീണ്ടും സ്ക്വയർ ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. രണ്ടാമത്തെ ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നത്. രണ്ടാമത്തെ ഡെറിവേറ്റീവ് എടുക്കാനായിട്ട് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തു. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ കോമൺ ആയിട്ടുള്ള s square plus 9 കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ കട്ട് ചെയ്ത് 1 കിട്ടി. ഇവിടെ കട്ട് ചെയ്തപ്പോൾ നമുക്ക് ക്യൂബ് എന്ന് കിട്ടി. ഒരു s square plus 9 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? minus 6 into ഇവിടെ ബാക്കി എന്തുണ്ട്? s square plus 9 എന്നുണ്ട്. ഇവിടെ ബാക്കി എന്തുണ്ട്? minus 2s 2s. അപ്പൊ minus 4s square എന്നുണ്ട്. താഴെ എന്തുണ്ട്? s square plus 9 whole cube എന്നുണ്ട്. ഇനി ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്താൽ minus 6 into ഇവിടെ s square plus 9 minus 4s square. അപ്പൊ minus 3s square plus 9. s square minus 4s square minus 3s square plus 9 divided by s square plus 9 whole cube. ആൻസർ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ minus 6 into minus 3s square plus 9 by s square plus 9 whole cube എന്നാണ്. അതിന് ഒന്നുകൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് minus 6 into 9 minus 3s square divided by s square plus 9 whole cube. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്.